ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസം ഫുള്ളാണ് കാണിക്കുന്നത് കേട്ടോ. റെസിപ്പികൾ കാണിക്കുന്നുണ്ട്, അതേപോലെ ഞാനൊരു ബെഡിൻ്റെ പോലുള്ളൊരു കുഷനും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ചോറ് വെച്ച് കഴിഞ്ഞു, പിന്നെ അതിലേക്കുള്ള കറി ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത്. രസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്, പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ രസമാണ്. രസപ്പൊടി വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ രസത്തിന് ആവശ്യമുള്ള കറിവേപ്പിലൊക്കെ പൊട്ടിക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഈ രസം പൊടിക്ക് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികവും ഇതാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി നല്ലോണം തിളപ്പിക്കരുത് കേട്ടോ. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ ആ മണമൊക്കെ പോകും. അപ്പോൾ 5 മിനിറ്റിൽ തന്നെ രസം റെഡിയായി. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാറുണ്ടല്ലോ. സാധാരണ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനും അതുപോലെ തന്നെയാണ്. രാവിലെ തന്നെ ഒരുവിധം എല്ലാ ജോലികളും ചെയ്യാൻ നോക്കും. അപ്പോൾ തുണി അലക്കാനും വാഷിംഗ് മെഷീനിൽ ഇടുകയാണ്. അതുപോലെ പാക്കറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ആക്കി വെക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ജോലികൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ഇന്ന് ക്യാരറ്റും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ. ഞാനത് റെസിപ്പി കാണിക്കാം. അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ഗാർലിക്ക് അരച്ച് വെച്ച കേട്ടോ, വെളുത്തുള്ളി അരച്ച് വെച്ചതാണ് രാത്രി ഫ്രീസറിൽ. അപ്പോൾ അതൊക്കെ പിന്നെ മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ബോക്സിലാക്കിയിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെക്കുകയാണ്. ഉപ്പേരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നടുക്കിലൊന്ന് ഡംപ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചൊരു ഒന്ന് ആവി കയറ്റുകയാണ്. അല്ലെങ്കിൽ ഉപ്പ് എല്ലായിടും പിടിക്കില്ല. പിന്നെ അടുത്ത ജോലി മീൻ പൊരിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആക്കി വെക്കുക കേട്ടോ. ആക്കി ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊരിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ രസവും ഉപ്പേരിയും ഫിഷ് ഫ്രൈയും പിന്നെ ഞാൻ ചേന കൊണ്ട് ഒരു ഫ്രൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേന ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാത്രി പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ പച്ചരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 1/4 കപ്പ്, 1.5 കപ്പ് പച്ചരിയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും 5-6 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊരു ഇൻസ്റ്റൻറ്റ് അപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം, കുറച്ചൊരു വെള്ളം പോലെ ആയിരിക്കണം കേട്ടോ.
ദോശമാവിനേക്കാളും കുറച്ചും കൂടെ അയവിൽ വേണം അത് കലക്കിയെടുക്കാൻ. അപ്പോൾ അതിന് കോമ്പിനേഷൻ ഉള്ളി ചമ്മന്തിയാണ്, സവാളയും തക്കാളിയും ഇട്ടുള്ളത്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പം ചുട്ടെടുക്കുകയാണ്. കുറച്ച് വലിയ കടായിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ വലിയ അപ്പമായിരിക്കും, നല്ല ക്രിസ്പായിട്ട് വരികയും ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ അരച്ച മാവ് കൊണ്ടുള്ള ആണ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിലാണ് ചെയ്യാറുള്ളൂ. പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ടാണ് ലഞ്ചിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് ചേനയാണ് കേട്ടോ. ചേന തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിക്കുക. നല്ല തിൻ സ്ലൈസായിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. കനമില്ലാതെ മുറിച്ചെടുക്കണം. അത് കഴുകിയ ശേഷമാണ് ഞാനത് മുറിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കനത്തിൽ മുറിച്ചാൽ മതി. നല്ല തിന്നായിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ ഇതിലധികം ചേരുവയൊന്നും വേണ്ട, വെറുതെ ഉപ്പും മുളക് പൊടിയും മാത്രം മതി. അങ്ങനെ മസാല, ഇതാണ് ഇതിൻ്റെ മസാലക്കൂട്ട്. ഇത്രയും ചെയ്തിട്ട് പൊരിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഇരിക്കും. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് പൊരിക്കുക. എങ്ങനെ പൊരിച്ചാലും ചേന നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യുക. എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ്. 2 ദിവസത്തിനൊന്നും കേടുവരുമൊന്നുമില്ല കേട്ടോ. എങ്ങനെ തന്നെ ഇരിക്കും. 2-3 ദിവസമൊക്കെ എങ്ങനെ തന്നെ ഇരിക്കും. മീൻ ഫ്രൈ ആക്കുമ്പോൾ മറിച്ചിട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ രാവിലത്തെയും ഉച്ചക്കലത്തെയും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാലും നമ്മുടെ ജോലിയൊന്നും തീരില്ല. രാത്രി വരെ നമുക്ക് ജോലി തന്നെയല്ലേ. അപ്പോൾ തുണികൾ അലക്കിയതൊക്കെ ഒന്ന് ഉണക്കാനിടണം. അപ്പോൾ ഈ പുറത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ എൻ്റെ ലവ് ബേർഡ്സൊക്കെ. അപ്പോൾ 3 കൂടുകളിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പേപ്പർ വെച്ച് മറച്ചിരിക്കുന്നത് എന്താ അറിയോ, അതൊരു പരുന്തിനെ പോലെ ഒരു ബേർഡ് വന്നിട്ട് കൊത്തും ഈ കിളികളെ. അപ്പോൾ അവർ വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ചുറ്റി കെട്ടിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലവ് ബേർഡ്സ്. കുറേ എണ്ണമൊക്കെ ചത്തുപോയി, കുറച്ച് പറന്നു പോയി, ബാക്കിയുള്ളതാണിത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കായ എനിക്ക് നല്ല ഇഷ്ടമാണത്. ഇതൊക്കെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കളയണ്ട, ഇതൊക്കെ കഴിച്ചോ, നല്ലതാണ്. അതിൻ്റെ ഇല തോരൻ വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ പറമ്പിലൂടെ ഒന്ന് നടക്കുകയാണ്. അപ്പോൾ ചെടികളൊക്കെ കുറച്ച് കാണിച്ചു തരാം. ഇത് ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ വെച്ചിട്ട് ഒരു 3 വർഷമൊക്കെ ആയി, ഇതുവരെ ഒരു അനക്കവും ഇല്ല. പിന്നെ ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ടാണ്, എനിക്ക് ഓർമ്മയില്ല, അതിലും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് മിൽക്ക് ഫ്രൂട്ടാണ്, അതൊന്നും ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. അത് വെച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. പിന്നെ അവക്കാഡോ ഉണ്ട്. അവക്കാഡോ ഞാൻ കുഴിച്ചിട്ടതാണ്, പിന്നെ വാങ്ങിച്ച് വെച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, വേറെ വീട്ടിലെ പുറത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആയുർ ജാക്ക് വാങ്ങി വെച്ചത്. ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു ഫാമിൽ പോയതൊക്കെ, വർഗീസ് തരകൻ ആയുർ ജാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിലവർ പറഞ്ഞ പോലെ 2 വർഷമായപ്പോഴേക്കും അത് കായ്ച്ചു കേട്ടോ. നല്ല ചക്കയാണത്. അവർ കഴിക്കാൻ തന്നിരുന്നു, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുക. എന്തായാലും 2 വർഷമായി അത് ഉണ്ടാവും. പിന്നെ സപ്പോട്ട അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ മെയ്ഡ് പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ്. എനിക്ക് വേറൊരു പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഷൻ ഉണ്ടാക്കി കാണിക്കാമെന്ന്, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ കുഷനില്ല കേട്ടോ, ഒരു സ്ക്വയർ ടൈപ്പിൽ ബെഡിൻ്റെയൊക്കെ ഒരു ടൈപ്പിലുള്ള കുഷനില്ല, അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ തുണി 2ആയി മടക്കി വെച്ചിട്ട് 18 ഇഞ്ച് നീളവും വീതിയുള്ള തുണിയാണ്. അപ്പോൾ അതിൻ്റെ കോർണറിൽ 2 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയും അങ്ങനെയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ കട്ടിങ്ങേ ഉള്ളൂ ഈ ഒരു കുഷൻ്റെ ഇതിന്. അപ്പോൾ ഒരു സൈഡ് മടക്കിയ ഭാഗവും ബാക്കി 3 ഓപ്പൺ സൈഡാണല്ലോ. അപ്പോൾ ആ ഓപ്പൺ സൈഡൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക. അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കുഷൻ്റെ കവറിന് ആവശ്യമുള്ള ഒരു തുണിയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ. അധികം 1 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെയും 4 ഭാഗം ഈ 2 ഇഞ്ച് കണക്കിന് കട്ട് ചെയ്യുക, 2 ഇഞ്ച് നീളം വീതിയായിട്ട്.
ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇത് ആ കോർണറില്ലേ, കോർണറിന് ഇങ്ങനെ ക്രോസായി പിടിച്ചിട്ട് ഒന്ന് നീളത്തിൽ അവിടെ തയ്ച്ചു കൊടുക്കുക. 4 സൈഡും അങ്ങനെ നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. ഇത് ഞാൻ ആ ഗ്യാപ്പ് വിട്ടതിൽ കൂടെ നമുക്ക് എന്തായാലും ഫില്ല് ചെയ്യാൻ ഫൈബർ ഫോം ആണെങ്കിൽ അങ്ങനെ, കോട്ടൺ ആണെങ്കിൽ അതല്ലെങ്കിൽ വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ ആണ് ഫില്ല് ചെയ്തത്. ഒരു പില്ലോൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള കോട്ടൺ കേട്ടോ. എന്നിട്ട് ആ ഭാഗം ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ല, ആ ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നു. ഇനി ചെയ്യേണ്ടത്, എൻ്റെ ക്യാമറ കുറച്ച് നീങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. 4 ഇഴ നൂലാണ് കേട്ടോ സൂചിയിലുള്ളത്. ഇനി അതിൻ്റെ കോർണർ ഒന്നിങ്ങനെ ചുരുട്ടി പിടിക്കുക. പഞ്ഞിയും കൂടെ ചേർത്തിട്ടാണ് ചുരുട്ടി പിടിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ചുരുട്ടി പിടിച്ചതിൻ്റെ മേലെ കൂടെ തുന്നരുത്, അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും കണ്ടോ, അങ്ങനെ റഫായിട്ടൊന്നിങ്ങനെ തുന്നിയെടുത്താൽ മതി. കാരണം ഇത് കാണില്ലല്ലോ, നമ്മൾ കവറിൻ്റെ അകത്തുള്ളതല്ലേ. അങ്ങനെ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കും ഒക്കെ ബട്ടൺ വെച്ച് അമർത്തിയ പോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മാത്രമേ തുന്നുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ ചുറ്റും 4 ഭാഗത്തും ചെറിയൊരു കോട്ടൺ കഷ്ണം വെച്ചിട്ട് നമ്മൾ സൂചി അതിൽ കുത്തി ഇറക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കുഴിയായിട്ടുണ്ടാവും. ഒരു 5 സൈഡിൽ ഇങ്ങനെ കുഴിയായിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയായിരിക്കുക. അപ്പോൾ ഞാൻ അതിങ്ങനെ അമർത്തി തുന്നിയെടുക്കണം. അപ്പോൾ അമർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കവറും അതേപോലെ തന്നെ തയ്ച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ സിബ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെൽക്രോണോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബട്ടൺ വെച്ച് കൊടുക്കുക, ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിബ് വെച്ചിട്ടില്ല, തയ്ച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കവറും ഇട്ട് കൊടുത്താൽ കുഷ്യൻ റെഡി. ഇതേ രീതിയിൽ തന്നെ ബെഡ് ഉണ്ടാക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുറച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തിട്ട് ബെഡും ഉണ്ടാക്കാം. അപ്പോൾ ഇതെൻ്റെ ലഞ്ച് ടൈമാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനും യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കുക, അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ്. ഞാൻ രാത്രി ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ എനിക്കിന്ന് വീറ്റ് പിസ്സയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പിസ്സ റെസിപ്പി കാണിച്ചിട്ടുണ്ടല്ലോ മൈദ വെച്ചിട്ട്. അപ്പോൾ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതിന് പകരം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെന്ന് മാത്രം. ഈസ്റ്റ് ഇട്ടിട്ടുള്ളത്, ഈസ്റ്റും പാൽപ്പൊടിയും പഞ്ചസാര, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ച് മാറ്റി വെക്കുകയാണ്. ഡബിൾ സൈസ് ആവണം. അപ്പോൾ ഞാൻ ഇറ്റാലിയൻ പിസ്സ കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ, വീറ്റാണെന്ന് മാത്രം. പക്ഷേ അതിന് ഞാൻ ടോപ്പിങ് കുറച്ച് വ്യത്യാസമുണ്ട്, അതല്ല. അപ്പോൾ ഞാൻ ആ റെസിപ്പി കാണിക്കാം. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി. സോയാ സോസും പിന്നെ റെഡ് ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സോസിലേക്ക് ഉപ്പുണ്ടല്ലോ, നോക്കിയിട്ടിടണം. പിന്നെ ഒറിഗാനും അതേപോലെ വെളുത്തുള്ളി അരച്ചതും ആണ് ചേർത്തത് കേട്ടോ. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാൽ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് മഷ്റൂമാണ്. ഒരു 6-7 മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, അതൊന്ന് ചെറുതായി മുറിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇതിനാവശ്യത്തിനുള്ള മാത്രം ഇടുക. എന്നിട്ട് കുറേ ഇട്ട് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കനും വേവിക്കണത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കണ്ട. അതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ അത് വേവിച്ചെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാത്രത്തിലാവുമ്പോൾ പിന്നെ എണ്ണ തീരെയും വേണ്ട. അപ്പോൾ ഇതൊന്ന് ഇളക്കിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം വറ്റണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് തന്നെ മുറിക്കണം കേട്ടോ, എന്നാലാണ് ഇത് പെട്ടെന്നായി കിട്ടുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ വെന്തോ നോക്കാം. ഇപ്പോൾ ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂമും ക്യാപ്സിക്കും വഴറ്റി മാറ്റി വെച്ചതിൽ മിക്സ് ചെയ്യാം. ഇനി ഒരു ചേരുവയും കൂടെ വേണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പിംഗ് ഇവിടെ റെഡിയായി. അത് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ. നമുക്ക് പിസ്സ ഡോ എന്തായി നോക്കാം. അപ്പോൾ ആ മാവൊക്കെ ഒന്ന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 മണിക്കൂറോളം ഏകദേശം ആയത് കുഴച്ച് വെച്ചിട്ട് കേട്ടോ. ഇനി അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഓവൽ ഷേപ്പിലുള്ള ഒരു പിസ്സ, കുറച്ച് വലിയ പിസ്സയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ പിസ്സ ഉണ്ടാക്കിയാൽ മതി, 3 പേർക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ളതായി ഉണ്ടാക്കുന്നത്. അപ്പോൾ 180 ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. അതിൽ 170 ഞാൻ ഒരു 20 മിനിറ്റ്സാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി, കരിഞ്ഞു പോരുത്. അപ്പോൾ ഇത് കറക്റ്റായിരുന്നു, നല്ല പൊങ്ങിയും വന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, സൈഡൊക്കെ നല്ല ക്രിസ്പായിരുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീറ്റും കൊണ്ട് പിസ്സ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പിയും കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.